ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഏഞ്ചൽ നമ്പേഴ്സും അതുപോലെ ഒരു സ്വിച്ച് ബോർഡിനെയും കുറിച്ചിട്ടാണ്. ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. എമർജൻസി മണി, നമുക്ക് പെട്ടെന്ന് പണത്തിൻ്റെ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ഏഞ്ചൽ നമ്പർ. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നല്ല ഉയർച്ച ഉണ്ടാകാൻ സഹായിക്കുന്നൊരു ഏഞ്ചൽ നമ്പർ. അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്നൊരു ഏഞ്ചൽ നമ്പർ. അതുപോലെ ഒരു മാജിക്കൽ സ്വിച്ച് ബോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജൂലൈ മാസം 29 വാട്സപ്പിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. നെക്സ്റ്റ് മന്ത്, അത് ഓഗസ്റ്റ് മാസം 5 ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെയിം നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കണ്ടന്റിൽ ഞാൻ കൂടുതലായിട്ടും ഏഞ്ചൽ നമ്പേഴ്സിനെയും സ്വിച്ച് ബോർഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞു തരാം. ഏഞ്ചൽ നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവർത്തിച്ച് ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് എഴുതാം. അതല്ലെങ്കിൽ ഇടത് ശരീരഭാഗത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പെന്നുകൊണ്ട് എഴുതാം. ആ ഏഞ്ചൽ നമ്പേഴ്സ് എഴുതി നിങ്ങൾക്ക് അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് ഏത് കളർ പെന്നു കൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ഗ്രീൻ കളർ പെന്നു കൊണ്ട് ഉപയോഗിക്കുക. ഇനി റിലേഷൻഷിപ്പ് ആണെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ മജന്ത ഷെയ്ഡ് ഏറ്റവും നല്ലതാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ പെന്നു കൊണ്ട് ഏത് ഏഞ്ചൽ നമ്പർ എപ്പോൾ വേണമെങ്കിലും എഴുതാം, ഒരു പ്രശ്നമില്ല. പേനയുടെ പ്രശ്നം കൊണ്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്. പേനയല്ല അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ആ കാര്യം കിട്ടിക്കഴിഞ്ഞൊരു ഫ്രീക്വൻസിയിൽ എത്തുന്നു എന്നതും, അതുപോലെ ആ കാര്യത്തിലുള്ള പരിപൂർണമായ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ള വിശ്വാസത്തിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മഷിയോ പേനയോ എഴുതുന്ന പേപ്പറോ ബുക്കോ ഒന്നുമല്ല. ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആ കാര്യം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം ആ ഒരു ഇമോഷൻ, ആ നേടിക്കഴിഞ്ഞ ഒരാളുടെ ഫീലിങ്ങോട് കൂടി ഇരിക്കാൻ പറ്റുന്നു, ആ കാര്യം കിട്ടും, എനിക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള അന്ധമായ വിശ്വാസം, അങ്ങനെ തന്നെ പറയാം. അത് എത്രത്തോളം ആഴത്തിലുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളുടെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എത്ര തവണ എഴുതണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 11 തവണ എഴുതാം, 51 തവണ എഴുതാം, 41 തവണ എഴുതാം, 108 തവണ എഴുതാം. ഇതൊക്കെ നിങ്ങളുടെ ടൈം കിട്ടുന്നതിനനുസരിച്ച്. എണ്ണവും അതുപോലെ തന്നെ. എണ്ണം നമ്മൾ ആദ്യമേ ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാൽ ആ എണ്ണം കംപ്ലീറ്റ് ചെയ്യാനുള്ള തിടുക്കമായി. ഇപ്പോൾ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ടാ ഇത്രയും ചെയ്തല്ലോ, അപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞതുപോലെ. അതല്ല, എണ്ണത്തിലല്ല, നിങ്ങൾക്കിപ്പോൾ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. ഓക്കെ, ആ സമയത്തിൽ നിങ്ങൾ അത്രയും ഒരു കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക. ആ ആഗ്രഹം നേടിയെടുത്ത് കഴിഞ്ഞതായിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ചുണ്ടുകൾ അറിയാതെ പുഞ്ചിരിക്കും സന്തോഷം കൊണ്ട്. നേടിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമായിരിക്കും. ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾ എഴുതാനോ ചാൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേൾക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ തുടങ്ങുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വിശ്വാസം, ഇതെനിക്ക് വരും. നിങ്ങളുടെ ചിന്തകളിൽ ജനിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ആവർത്തിച്ച് അവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് നമ്മുടെ യഥാർത്ഥ ലൈഫിൽ അത് സത്യമായിട്ട് വരിക തന്നെ ചെയ്യും. അത് എത്രത്തോളം വിശ്വാസത്തോടു കൂടി, എത്രത്തോളം ഫീലിങ്ങോട് കൂടി നമ്മൾ ചിന്തിക്കുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ രീതിയിലാണ് പ്രാക്ടീസുകളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളാം, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നമുക്കിനി ഏഞ്ചൽ നമ്പേഴ്സിലേക്ക് വരാം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എമർജൻസി മണി, പെട്ടെന്ന് നിങ്ങൾക്ക് പണം കിട്ടണം, എന്തെങ്കിലും ഒരു ആവശ്യം നേടിയെടുക്കാനായിട്ട് കുറച്ചു കാലയളവിനുള്ളിൽ ഒരു തുക കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന പവർഫുള്ളായിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് 897. അപ്പോൾ ഇതെങ്ങനെ പ്രാർത്ഥിക്കാം? പല രീതിയിൽ പ്രാർത്ഥിക്കാം. വെറുതെ നിങ്ങൊന്ന് വിഷ്വലൈസേഷൻ കൊടുത്തതിന് ശേഷം ബുക്കിൽ താഴെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എഴുതുക. 897 897 897 897 എന്നൊന്നും പറയരുത്. ആ ഓരോ നമ്പറിനും ഓരോ എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 897 എന്ന് തന്നെ പറയുക കേട്ടോ.
അതുപോലെ നിങ്ങൾ അല്ലാതെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഡിയർ ഏഞ്ചൽ നമ്പർ 897, ഞാൻ ആഗ്രഹിച്ച ഇത്രയും തുക വേഗത്തിലും എളുപ്പത്തിലും എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി എന്ന് പറയാം. ഞാൻ ആഗ്രഹിക്കുന്ന ഇത്രയും തുക വേഗത്തിലും എളുപ്പത്തിലും എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്നും പറയാം. കാരണം ചിലർക്ക് ഇനിയും നേടിയെടുത്തിട്ടില്ലാത്ത കാര്യം നേടിക്കഴിഞ്ഞു എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. സോ അങ്ങനെ നിങ്ങളുടെ മനസ്സിന് ഉണ്ടെങ്കിൽ ആ പണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. ആ രീതിയിൽ അഫർമേഷൻ പറയുക കേട്ടോ. അപ്പോൾ ഡിയർ ഏഞ്ചൽ നമ്പർ 897 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണം കിട്ടാൻ നിങ്ങൾ നല്ലോണം സഹായിക്കും. കംപ്ലീറ്റ് ആ പൈസ കയ്യിൽ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് മനസ്സിൽ കൊടുത്തിട്ട് നിങ്ങൾ ചാൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ എഴുതുകയും ചെയ്യുക. എത്ര നാൾ ഏഞ്ചൽ നമ്പേഴ്സും സ്വിച്ച് വേർഡ്സും ഒക്കെ എഴുതണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നവരെ എഴുതുക. ഇപ്പോൾ മണിയും റിലേഷൻഷിപ്പും ആണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഡെയിലി ടൈം കിട്ടുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. ജോബൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ആണെങ്കിൽ 55x5 33x3 ഒക്കെ ആണെങ്കിൽ അതൊരു ടൈം, ഒരു ദിവസം, ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അത്രയും ചെയ്താൽ മതി. അല്ലാത്ത അഫർമേഷൻസ് ഒക്കെ നമുക്കത് ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ്, മിറാക്കിൾസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ് 777. 777. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കുന്നതിനും എനിക്ക് സന്തോഷവും സമാധാനവും ഉയർച്ചയും വിജയവും നൽകുന്ന ഒരുപാട് മിറാക്കിൾസ് എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതിനും നന്ദി എന്ന് പറഞ്ഞിട്ട് 777 ഇങ്ങനെ ആവർത്തിച്ച് പറയുക, കയ്യിൽ എഴുതി വെക്കുക. ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മിറാക്കിൾസുകൾ ധാരാളമായിട്ട് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പവർഫുള്ളാണ് കേട്ടോ. മിറാക്കിൾ അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏഞ്ചൽ നമ്പറാണ് 777. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ വളരെ സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ, അത്ഭുതകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ ഒക്കെ നമ്മളെ തേടി വരാൻ നമ്മളെ സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ് ഡിവൈൻ മാജിക് ബിഗിൻ നൗ. ഡിവൈൻ മാജിക് ബിഗിൻ നൗ. ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും സക്സസ് ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ് ഡിവൈൻ മാജിക് ബിഗിൻ നൗ. നിങ്ങൾക്ക് ആവർത്തിച്ച് ചാൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ വേണമെങ്കിലും ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സ്വിച്ച് വേർഡാണ് ഡിവൈൻ മാജിക് ബിഗിൻ നൗ എന്നത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന സ്വിച്ച് വേർഡാണ് 786. അതായത് മാനിഫെസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് 786 ചാൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ റൂമിൽ ആദ്യം ഒരു എനർജി ഗ്രീൻ കളർ പെൻ, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് കേട്ടോ, ഒരു പെൻ എടുത്തിട്ട് നിങ്ങൾ ആദ്യം ഒരു എനർജി സർക്കിൾ വരയ്ക്കുക. നിങ്ങളുടെ ഫുൾ നെയിം അതിൻ്റെ അകത്ത് ഏറ്റവും മേളിലായിട്ട് എഴുതുക. അതിന് താഴെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ചിലപ്പോൾ ജോബ് ആയിരിക്കാം, ചിലപ്പോൾ മണി ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്താണോ അത് താഴെ എഴുതുക. ഞാനിവിടെ ജോബ് എന്നാണ് എഴുതിക്കുന്നത്. മണി ആണെങ്കിൽ മണി എന്ന് എഴുതുക. വേറെ ഒന്നും എഴുതണ്ട, എമൗണ്ട് ഒന്നും എഴുതണ്ട. 786 താഴെ എഴുതിയേക്കുക. എന്നിട്ട് ഇതിനെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഭിത്തിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ അലമാരയുടെ മേളിൽ ഓപ്പൺ ആക്കി വെക്കുക. ഒരിക്കലും അടച്ച് വെക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും പ്രാക്ടീസുകളൊക്കെ വളരെ നന്നായിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി ഉണ്ടാകും. അതേ സക്സസ് സ്റ്റോറി ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.